ഓക്കെ, അപ്പം എങ്ങനെയുണ്ട് ആ ഒരു 2000 കിലോമീറ്റർ ഒറ്റ സ്ട്രെച്ചിൽ വരുന്നതിന്റെ ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്? നല്ല ഫീലാണ്, ചേഞ്ച് ആണ്. ആ ഒരു സൗണ്ടിനും ഒരു മെയിൻ്റനൻസും ഇല്ല, ഇതുവരെ ആയിട്ട് ഒരു മെയിൻ്റനൻസും ഇല്ല. അങ്ങനെ 2017 ഇറങ്ങിയപ്പോൾ ഇതിന്റെ പ്രൈസ് എത്ര ആയിരുന്നു ഇത് നമ്മൾ പർച്ചേസ് ചെയ്തത്? ഞാൻ എടുത്തപ്പോൾ ഒറീസയിൽ നിന്ന് ഡയറക്റ്റ് ബൈ റോഡ് ഭുവനേശ്വർ കേരളത്തിലോട്ട് വന്നുകൊണ്ടിരിക്കുമ്പം എക്കണോമി മോഡൽ കിട്ടുന്നുണ്ട്. ഓ, അത് വലിയ കുഴപ്പമില്ലാത്ത ആവറേജ് കുഴപ്പമില്ല. അപ്പം ലോങ്ങിലാണെങ്കിലോ? പിന്നീട് എന്താണ് ഫോർച്യൂണറിന് ഒരു പോരായ്മയായിട്ട് തോന്നിയിട്ടുള്ളത്? എന്തെങ്കിലും കുറവുകളായിട്ട് പറയാനുണ്ടോ? എന്തെങ്കിലും? പവർ മാത്രമല്ല അതിന്റെ ബ്രേക്കിനും അതിന്റെ ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. നാവിഗേഷൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ഹലോ ഫ്രണ്ട്സ്, പോക്കുന്നിനിഫിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മുടെ രണ്ട് സൈഡിലും കിടക്കുന്ന ലെജൻഡറി വെഹിക്കിൾസിനെ നിങ്ങൾ കണ്ടല്ലോ. അപ്പം നമ്മുടെ ചാനലിൽ കുറേ കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു, ഫോർച്യൂണറിൻ്റെ യൂസർ എക്സ്പീരിയൻസ് ചെയ്യുമോ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒന്നിന് പകരം രണ്ട് ഫോർച്യൂണേഴ്സിൻ്റെ യൂസർ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത്. അതിൽ ഒരെണ്ണം നമ്മുടെ 2011 മോഡൽ ഫോർച്യൂണറും പിന്നീട് 2017 അതായത് ഫോർച്യൂണറിൻ്റെ സെക്കൻഡ് ജനറേഷനായിട്ടുള്ള ഫോർച്യൂണറുമാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിന് ശേഷം 2021 ഫോർച്യൂണറിൻ്റെ ഒരു ലെജൻഡറി എഡിഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതും ആളുകൾക്കെല്ലാം വളരെ പ്രിയമായിട്ടുള്ളൊരു വാഹനമാണ്. അതുകൂടാതെ ഇപ്പം ഈ റീസെൻ്റ്ലി 2022 ഫോർച്യൂണറിൻ്റെ തന്നെ ഒരു സ്പോർട്ട് എഡിഷൻ വന്നിട്ടുണ്ടായിരുന്നു. അതിന് ഏകദേശം 55-60 ലാക്സോളം വരുന്നു. അപ്പം ഇത്രയും പ്രൈസ് കൂടിയിട്ടും ആളുകൾ എന്തുകൊണ്ടാണ് ഈ ഫോർച്യൂണറിനോട് ഇത്ര ആഗ്രഹം, ഇത്ര താല്പര്യം എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഇന്ന് ഈ രണ്ട് ഫോർച്യൂണർ ഒരു വീട്ടിലെ തന്നെ വാഹനങ്ങളാണ്, ബ്രദേഴ്സ് യൂസ് ചെയ്യുന്ന വാഹനങ്ങളാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് എടുക്കാനായിട്ടാണ് നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഓണറിനെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ യൂസർ ഇവിടെ എത്തിയിട്ടുണ്ട്. ബിനോയ് ചാക്കോ എന്നാണ് ചേട്ടൻ്റെ പേര്. അപ്പോൾ നമ്മൾ അദ്ദേഹത്തോട് ചോദിച്ച് രണ്ട് ഫോർച്യൂണർ യൂസ് ചെയ്യുന്നുണ്ട്. ഒരെണ്ണം അദ്ദേഹം ഒറീസയിലാണുള്ളത്. അപ്പം ഒറീസയിൽ യൂസ് ചെയ്യുന്ന വാഹനമാണിത്. അതുപോലെ തന്നെ നാട്ടിൽ ബ്രദറിൻ്റെ വാഹനമാണ്. അപ്പം രണ്ട് ഫോർച്യൂണർ യൂസ് ചെയ്യുന്ന ആളോട് നമുക്ക് ഡയറക്റ്റ് ചോദിച്ചറിയാം. ഹായ് ബിനോയ് ചാ, എങ്ങനെയുണ്ട് ഫോർച്യൂണർ എടുക്കാനുള്ള, അതായത് ഫോർച്യൂണറിലോട്ട് വരാനുള്ള താല്പര്യം എന്താണ്? ഇപ്പം എൻ്റെ ആദ്യത്തെ ഇംപ്രഷൻ എന്ന് പറഞ്ഞാൽ, ഞാൻ ബാങ്കോക്കിൽ പോകുന്ന സമയത്ത് ഒരു ബ്ലാക്ക് ഫോർച്യൂണർ അന്ന് 2015 കണ്ടു. അതിനുശേഷം അന്ന് തൊട്ട് എനിക്കൊരു സ്വപ്നമായിരുന്നു, ഇത് ഇന്ത്യൻ മോഡൽ എന്ന് വരുന്നു, അന്ന് എടുക്കണമെന്ന് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിനുശേഷം 2017 ഇന്ത്യൻ മാർക്കറ്റിൽ വന്ന ഉടനെ ഉടനെ തന്നെ ഞാൻ ബുക്ക് ചെയ്തു. ഉടനെ തന്നെ അങ്ങനെ ഡെലിവറി കിട്ടി. ഒരു മാസം സമയം എടുത്തു, ഡെലിവറി ഉടനെ കിട്ടുകയും ചെയ്തു. ഓക്കെ. അപ്പോൾ ആ സമയത്ത് ഫോർഡൊക്കെ ഇന്ത്യയിലുള്ള സമയത്ത് അപ്പം ഫോർഡ് എൻഡവറൊക്കെ ഒരു ഓപ്ഷൻ ആയിരുന്നു. പിന്നെ അതുപോലെ വേറെ വാഹനങ്ങൾ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പം ഫോർച്യൂണർ എന്തുകൊണ്ട്, ടൊയോട്ട എന്നുള്ള ബ്രാൻഡിനോടുള്ള ഇഷ്ടമാണോ അതോ? ടൊയോട്ട ബ്രാൻഡിനോടുള്ള ഇഷ്ടമുണ്ട്. നേരത്തെ ഞാൻ ഇന്നോവ യൂസ് ചെയ്തിരുന്നു. അതിൻ്റെ സർവീസിന് ഒത്തിരി കുറവാണ് സർവീസ് കോസ്റ്റ്. പിന്നെ ഫോർച്യൂണർ റോഡിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു അട്രാക്റ്റീവ് മോഡലുമാണ്. പിന്നെ ഫോർഡ് എൻഡവർ ഫീച്ചേഴ്സ് ഒത്തിരി ഉണ്ട്, കംഫർട്ടബിളാണ്. എന്നാലും എനിക്കൊരു താല്പര്യം ഫോർച്യൂണറിനോട് തന്നെയായിരുന്നു താല്പര്യം. ഞാൻ ഇതിനു മുമ്പും ഫോർച്യൂണർ ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഫോർച്യൂണർ തന്നെയാണ് ഇഷ്ടവും. പിന്നെ മെയിൻ്റനൻസ് ഒന്നുമില്ല, ഒരു മെയിൻ്റനൻസും ഇല്ല, ഇതുവരെ ആയിട്ട് ഒരു മെയിൻ്റനൻസും ഇല്ല. നോർമൽ സർവീസ് മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പം ഇത് ബ്രദറിന്റെ വാഹനം. അപ്പം ബ്രദറും ഇത് എടുത്ത് കണ്ടിട്ടാണോ നിങ്ങൾ രണ്ടുപേരും? രണ്ടുപേരും നേരത്തെ തൊട്ട് ഇൻട്രസ്റ്റ് ഉള്ള മോഡൽസാ. പിന്നെ വാങ്ങിക്കാൻ ഉദ്ദേശിച്ചു, വാങ്ങിച്ചു. 2017 ഇറങ്ങിയപ്പോൾ ഇതിന്റെ പ്രൈസ് എത്ര ആയിരുന്നു ഇത് നമ്മൾ പർച്ചേസ് ചെയ്തത്? ഞാൻ എടുത്തപ്പോൾ എക്സ് ഷോറൂം 28 ലാക്ക് ആയിരുന്നു. ഓൺ റോഡ് 33 ലാക്ക് ഓൺ റോഡ് അന്ന് വന്നിരുന്നു. ഓൺ റോഡ് വന്നിരുന്നു. ഇപ്പൊ അറിയാലോ, ഇപ്പൊ ഫോർച്യൂണറിന്റെ പ്രൈസ് ഒത്തിരി ഹൈ ആയി. 55-60 പുതിയ സ്പോർട്ട് എഡിഷൻ പുതിയത് വരുന്നത് 60 ഒക്കെ അടുപ്പിച്ചാവുന്നൊക്കെ പറയുന്നു. അപ്പൊ അത്രയാണ് പ്രൈസ് ആയി വന്നത്. എന്നിട്ട് ആൾക്കാർ ചോയ്സ് ഉള്ളവർ ഓരോരുത്തരും ഓരോ സ്വപ്നമാണ്. അത് ഡ്രീം വെഹിക്കിൾ അല്ലേ എല്ലാവരുടെയും. ആദ്യം ഇത് ഓവർ പ്രൈസ്ഡ് ആണെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നീട് അത് ഇപ്പൊ എല്ലാവർക്കും അത് കംഫർട്ടബിൾ ആയി. ആൾക്കാർ ഇഷ്ടമുള്ളവർ അത് എടുക്കും, എങ്ങനെയായാലും എടുക്കും. അപ്പൊ ഇപ്പം ഈ ഒരു പ്രൈസ്, ഇപ്പം ഇന്നത്തെ കാലത്ത് ഈ ഒരു പ്രൈസ് സെക്ഷനിലാണ് നമ്മുടെ Audi Q3 അതുപോലെ BMW X1 ഇതൊക്കെ
ഈ ഒരു 50 lakhs റേഞ്ചിൽ വരുന്ന വാഹനങ്ങളാണ്. അപ്പം എന്നിട്ട് ഇതിലോട്ടാണ് ആളുകൾക്ക് കുറച്ചുകൂടെ താല്പര്യവും തോന്നുന്നു. അതുണ്ട്, ആൾക്കാർക്ക് താല്പര്യമുണ്ട്. ഞാൻ ഒന്നാമത് ലോങ് ഡ്രൈവ് ചെയ്യുന്ന ആളാണ്. ഞാൻ ഒറീസയിൽ നിന്ന് ഡയറക്റ്റ് ബൈ റോഡ് ഭുവനേശ്വർ കേരളത്തിലോട്ട് വന്നുകൊണ്ടിരിക്കുമ്പം ഈ ഫോർച്യൂണറാണെങ്കിൽ ട്രബിൾ ഫ്രീ ആണ്. മറ്റേതൊക്കെ എന്തെങ്കിലും ട്രബിൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ റോഡിൽ പെട്ടുപോകും. സർവീസിനൊക്കെ ബുദ്ധിമുട്ടാണ്. ഇതിന് അങ്ങനെ ട്രബിൾ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അത് ഹൈറ്റ് ഒത്തിരി ഉള്ളതുകൊണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് ഓടിക്കാനും ലോങ് റൂട്ടിനൊക്കെ ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഏകദേശം എത്ര കിലോമീറ്റേഴ്സ് ആണ്? ഒരു 1950 കിലോമീറ്റർ ഉണ്ട്. 2000 കിലോമീറ്റേഴ്സ് 2000 കിലോമീറ്ററോളം വരുന്നുണ്ട്. എത്ര സമയം എടുത്തിട്ടാണ് ട്രാവൽ? അതായത് ഞങ്ങൾ നേരത്തെ വരുന്ന സമയത്തൊക്കെ ഞങ്ങൾ 2 ഡേ ഒരു 7 മോർണിംഗ് ഇറങ്ങി കഴിഞ്ഞാൽ ഒരു നൈറ്റ് 9 വരെ ഡ്രൈവ് ചെയ്യും. നെക്സ്റ്റ് ഡേ അഗൈൻ സെയിം 6-6:30 ഇറങ്ങും, ഒരു 9-10 ആകുമ്പോഴത്തേക്ക് വീട്ടിൽ വരും. ആവറേജ് ഒരു കേരളം ഒഴിച്ച് ബാക്കി എല്ലായിടത്തും ഒരു 1000 കിലോമീറ്റർ ഡ്രൈവ് ചെയ്യാൻ പറ്റും. കേരളത്തിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഇച്ചിരി ഡ്രൈവിംഗ് സ്ലോ ആയിട്ട് വരാൻ പറ്റും. അല്ലെങ്കിൽ 1000 കിലോമീറ്റർ ആവറേജ് മെയിൻറ്റെയിൻ ചെയ്ത് ഡേ ടൈം മാത്രം. നൈറ്റിൽ ഞങ്ങൾ ഓടിക്കാറില്ല. ഫാമിലിയായിട്ട് വരുമ്പോൾ നൈറ്റ് ഞങ്ങൾ ട്രാവൽ ചെയ്യാറില്ല. എവിടെയെല്ലാം അതിന് മുമ്പ് ഒരു 9-10 മണിക്ക് മുമ്പ് ഞങ്ങൾ എവിടെയെല്ലാം സ്റ്റേ ചെയ്യുന്ന രീതിയിൽ ചെയ്തുള്ളൂ. അപ്പം എങ്ങനെയുണ്ട് ആ ഒരു 2000 കിലോമീറ്റർ ഒറ്റ സ്ട്രെച്ചിൽ വരുന്നതിന്റെ ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്? ഇച്ചിരി ഒരു 100 കിലോമീറ്റർ ആവറേജ് മെയിൻറ്റെയിൻ ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. അത് വന്നുകൊണ്ടിരിക്കും. 100 എന്ന് പറയുന്ന ഒരു ഓവർ സ്പീഡ് ആയിട്ടും അല്ല. ഇല്ല, ഓവർ സ്പീഡ് ആവാതെ ഒരു 100 മെയിൻറ്റെയിൻ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് സമയത്തിന് മെയിൻറ്റെയിൻ ചെയ്യാം. റോഡെല്ലാം നല്ല ട്രാഫിക് ഇല്ല, ബൈപ്പാസ് ഇല്ല, ഒന്നുമില്ല, നല്ലതായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. അപ്പം ക്രൂസ് കൺട്രോൾ ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ വരാല്ലേ? ഇതിന് ഈ മോഡലിന് ഞാൻ ക്രൂസ് കൺട്രോൾ ഓപ്ഷൻ ഇല്ല. നമ്മൾ വരുന്നില്ല. ഇതിനില്ല ഈ മോഡലില്ല. ഇതിന്റെ ടോപ്പ് മോഡൽ ഓട്ടോമാറ്റിക് മോഡലിന് വരുന്നുണ്ട്. അതിനാണ് മാനുവൽ മോഡൽ വരുന്നത്. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പം മിക്കവാറും എല്ലാത്തിനും ക്രൂയിസ് കൺട്രോൾ മോഡൽ വരുന്നുണ്ട്. ഓക്കെ. അപ്പം അവിടെ ഒറീസയിൽ അപ്പം ഭുവനേശ്വറിലാണല്ലോ അല്ലേ? അപ്പൊ അവിടെ സിറ്റി യൂസിലൊക്കെ കിട്ടുന്ന മൈലേജ് എത്രയാണ്? ഒരു സിറ്റി യൂസിൽ ഒരു 10-11 വരെ മൈലേജ് സിറ്റിക്കകത്ത് എക്കണോമി മോഡൽ കിട്ടുന്നുണ്ട്. അത് വലിയ കുഴപ്പമില്ലാത്ത ആവറേജ് കുഴപ്പമില്ല. അപ്പം ലോങ്ങിലാണെങ്കിലോ? ലോങ്ങിൽ ഒരു 13-14 വരെ മൈലേജ് കിട്ടും. 13-14 ഒക്കെ ഉണ്ടല്ലേ? ഓക്കെ. അപ്പം ഇത് ഇറങ്ങിയ അതായത് ലോഞ്ച് ചെയ്ത സമയത്തൊക്കെ പറയുന്നത് 8-9 ഒക്കെയാണ്. 8-9 ഈ മോഡലിന് അതേ ഉള്ളൂ. ഇതിനതേ വരുന്നുള്ളൂ. അതൊരു 3000cc എഞ്ചിനായത്. 2.8 ആക്കി. ഇതിന് മൈലേജ് ഉണ്ട്. ഒരു ഹൈവേയിലേക്ക് ഒരു ആവറേജ് 100 ഓടിച്ചു കഴിഞ്ഞാൽ ഒരു 13-14 മൈലേജ് കിട്ടുന്നു. അത് നല്ല ഒരു ഇതാണ്. അപ്പം ഇത് 2.8 ലിറ്റർ മാനുവൽ ഡീസൽ മോഡലാണ് വന്നിരിക്കുന്നത്. ഓക്കെ. അപ്പം അത്തരം കാര്യങ്ങളൊക്കെയാണ്. അപ്പം അതോടൊപ്പം ഇപ്പം 2000 കിലോമീറ്റർ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഫാമിലിക്കൊക്കെ പുറകിലിരിക്കുന്നുണ്ടല്ലോ. അപ്പം അവരെങ്ങനെയാണ് അവരുടെ ഒരു യാത്രാസുഖം? അവർക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാനും എല്ലാം നല്ല സീറ്റിംഗ് കപ്പാസിറ്റി എല്ലാം നല്ല കംഫർട്ടബിളാണ്. ലോങ് റൂട്ടിൽ ഓടുമ്പോൾ നമുക്ക് ഇത്രയും ഒരു ഡിഫിക്കൽട്ടി തോന്നത്തില്ല. നമുക്ക് സ്ട്രെയിറ്റ് ഒരു 1 കിലോമീറ്റർ 2 കിലോമീറ്റർ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് റോഡ് സ്ട്രെയിറ്റ് ആയിട്ട് വിസിബിലിറ്റി ഉണ്ട്. സ്ട്രെയിറ്റ് നമുക്ക് ഡിസ്റ്റൻസ് കവർ ചെയ്യുന്ന നമ്മൾ അറിയത്തില്ല. അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പം വീട്ടിലെത്തി കഴിയുമ്പോൾ എങ്ങനെയാണ് അവർക്ക് ക്ഷീണം ഒക്കെ? ക്ഷീണം ഉണ്ട്, എന്തെങ്കിലും ശരീരത്തിൻ്റെതായ ഒരു ഡ്രൈവിംഗ് ക്ഷീണം ഉണ്ട്. എങ്കിലും മറ്റു വാഹനങ്ങളെക്കാട്ടിൽ മറ്റു വാഹനം പോലുള്ള ഡിഫിക്കൽട്ടി ഇല്ല. റോഡ് നല്ലതായിട്ട് അത്ര ഡിഫിക്കൽട്ടി ഇല്ല. ഓക്കെ. പിന്നെ എന്തൊക്കെയാണ് ഇപ്പം മെയിൻ്റെനൻസ് ആയിട്ട്? ഇപ്പം മെയിൻ്റെനൻസ് മുമ്പേ ഇല്ലാന്ന് പറയുന്നു, അല്ലാതെ ഇപ്പം ടയർ ചേഞ്ച് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലോ നോർമലി? ഇതുവരെ എൻ്റെ ഒരു ഇപ്പം 40,000 റണ്ണിങ് ആയി. ഇതുവരെ ടയർ ചേഞ്ച് ചെയ്തില്ല. 40,000 ആയി, ടയർ ചേഞ്ച് ചെയ്ത് വന്നിട്ടില്ല. ടയർ ഒന്ന് ഷിഫ്റ്റ് ചെയ്തു, മുമ്പിലത്തെ ടയർ പുറകിൽ വിട്ടു, അങ്ങനെ ഒരു ഷിഫ്റ്റിംഗ് നടത്തിയിട്ടുണ്ട്. ഒരു വർഷം ബാലൻസിങ് ചെയ്തു. അത് മാത്രമേ അല്ല, ടയർ ചേഞ്ച് ചെയ്തിട്ടില്ല. ടയർ ചേഞ്ച് ചെയ്യാൻ ഇനി ഒരു 10,000 കിലോമീറ്റർ ഓടാനുള്ളത്. ഒരു 50,000 കിലോമീറ്റർ ഓടിയിട്ട് ടയർ ചേഞ്ച് ചെയ്യേണ്ട ആവശ്യമുള്ളതെന്ന് തോന്നുന്നു. അപ്പോൾ ബാക്കി മെയിൻ്റെനൻസുകളൊന്നും ഇല്ല. ബ്രേക്ക് ഷൂ ഇതുമായിട്ട് ചേഞ്ച് ചെയ്തിട്ടില്ല. ബ്രേക്ക് ഷൂവും അവർ പറയുന്ന ഒരു 7,000 കിലോമീറ്റർ ഓടിയതിനു ശേഷമേ ചേഞ്ച് ചെയ്താൽ മതിയാണ്. പിന്നെ ഓയിൽ ചേഞ്ചുകളും കാര്യങ്ങളൊക്കെ അത് നോർമൽ റൂട്ടിംഗ് സർവീസിനകത്ത് വരുന്നത്. അത് അവർ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ എത്ര എമൗണ്ട് ഏകദേശം വരുന്നുണ്ട് ഒരു സർവീസിന് ആവുന്നത്? ഞാനൊരു 30,000 കിലോമീറ്റർ ഇപ്പം മുമ്പ് ചെയ്തപ്പം എനിക്കൊരു
എനിക്ക് 8 to 10,000 अंदर में അതിനകത്ത് ആ ഒരു റേഞ്ച് ആണ് വരുന്നത് അല്ലേ? ഓ അത് അതും സർവീസ് കോസ്റ്റ് ഒത്തിരി ഹൈ അല്ല. അപ്പോൾ നമ്മൾ വേറെ ബ്രാൻഡ്സിലോട്ട് പോയാൽ ഈ ചിലർ വാഹനത്തിന്റെ പ്രൈസ് മാത്രമേ നോക്കുന്നുള്ളൂ. ഇപ്പം 50 lakhs കിട്ടുന്ന വേറെ വാഹനം എന്ന് പറഞ്ഞ് പോയാൽ അവരുടെ സർവീസ് കോസ്റ്റ് ഒത്തിരി ഹൈ ആവുന്നുണ്ട്. ജർമ്മൻ മോഡൽ വണ്ടിക്കെല്ലാം പ്രൈസ് ഹൈ ആണ്. ഹോണ്ടയ്ക്കും സർവീസ് കോസ്റ്റ് ഹൈ ആവുന്നുണ്ട്. ഓക്കെ ഓക്കെ. അപ്പം അത്തരം കാര്യങ്ങളൊക്കെയാണ് ഫോർച്യൂണറിനെ പറ്റി. ഇപ്പം ബ്രദർ യൂസ് ചെയ്യുമ്പോൾ ബ്രദറിന് എങ്ങനെയുണ്ട്? അപ്പം ഇത് നേരത്തെ ഇറങ്ങിയ മോഡലാണല്ലോ. ബ്രദറും അതിനകത്ത് കംഫോർട്ടാ. എവിടെ ഡ്രൈവ് ചെയ്താലും നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് പോകാനൊക്കെ ഉണ്ട്, റെഡിയാണ്. ഇത് 4x4 വീൽ മോഡലാണ്, എവിടെ വേണമെങ്കിലും പോകാൻ ഒരു പ്രശ്നമില്ല. ഓക്കെ ഓക്കെ ഓക്കെ. പിന്നീട് എന്താണ് ഫോർച്യൂണറിന് ഒരു പോരായ്മയായിട്ട് തോന്നിയിട്ടുള്ളത്? എന്തെങ്കിലും കുറവുകളായിട്ട് പറയാനുണ്ടോ എന്തെങ്കിലും? അങ്ങനെ നമ്മൾ പ്രൊഫഷണൽ ഡ്രൈവർ അല്ല, നമ്മൾ ഒരു കസ്റ്റമറാണ്. അതുകൊണ്ട് നമുക്കിപ്പോൾ നോക്കുമ്പം ഒരു ഫോർച്യൂണറിനകത്ത് ഒരു പോരായ്മയായിട്ട് നമുക്ക് തോന്നുന്നില്ല. ഓക്കെ. പിന്നെ എല്ലാവരും പറയുന്ന പോലെ ഏറ്റവും ലാസ്റ്റ് റോയിലെ സിറ്റിങ്ങിൽ ഇച്ചിരി ജർക്കിങ്ങും ഇച്ചിരി അങ്ങനെയുള്ള കാര്യങ്ങളും പിള്ളേർക്ക് വേണ്ടി കംഫർട്ടബിളാണ്. ഒരു 10 ഏജിനകത്തുള്ള പിള്ളേർക്ക് വേണ്ടി അത് കംഫർട്ടബിളാണ്. അല്ല വലിയ പ്രായമുള്ളവർക്ക് അത് നേരെ ഇരുന്ന് പോകാനുള്ള അത്ര എല്ലാ വാഹനങ്ങളുള്ള പോലെ തന്നെ കംഫർട്ട്നെസ് കിട്ടത്തില്ല. പിന്നെ എങ്ങനെ അപ്പം ഇത്രയും ട്രാവൽ ചെയ്യുമ്പം കുറെ ലഗേജസ് കാണുമല്ലോ എന്തായാലും, അപ്പൊ അതെങ്ങനെയാണ് സീറ്റ് ഹോൾഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് നമുക്കൊരു 6-7 ലഗേജ് വരെ ട്രാവൽ ബാഗ് നമുക്ക് വെക്കാൻ പറ്റും. ട്രാവൽ ബാഗ് വെക്കാൻ പറ്റുന്നുണ്ട്. അപ്പം അത്യാവശ്യം ലഗേജും പറ്റും. നമുക്ക് ട്രാവൽ കംഫർട്ടബിൾ ആണ്. ഓക്കെ. അപ്പം ഇത്തരം കാര്യങ്ങളാണ് നമുക്ക് ഫോർച്യൂണറിന്റെ യൂസറിനോട് ചോദിച്ചപ്പോൾ നമുക്ക് അറിയാൻ പറ്റത്. അപ്പം അദ്ദേഹം നല്ല ലോങ് ഡ്രൈവ് ചെയ്ത് വരുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചാൽ നമുക്ക് മൈലേജും അതുപോലെ ബാക്കിയുള്ള എല്ലാ കംഫർട്ടുകളും അറിയാം. ഇപ്പോൾ സിറ്റി യൂസിനാണെങ്കിൽ എങ്ങനെയുണ്ട്? അതായത് സിറ്റി യൂസിന് നല്ല സൂപ്പർ കംഫർട്ടബിളാണ്. ഓക്കെ. അത് എക്കണോമി മോഡൽ ഇട്ട് കഴിഞ്ഞാലും, എക്കണോമി മോഡൽ അല്ലെങ്കിൽ വേറെ ഒരു നോർമൽ മോഡലിൽ പോയി കഴിഞ്ഞാലും നല്ല കംഫർട്ടബിൾ ആണ്. സിറ്റിക്കകത്ത് നമുക്ക് പാർക്ക് ചെയ്യുന്നതിന് വലിയ വണ്ടിയാണെന്ന് ഒരു തോന്നലേ കാണുന്നത്. അതിന്റെ ആവശ്യമില്ല. ലൈറ്റ് ആണല്ലേ? ലൈറ്റ് വാഹനമാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ ഫാമിലി ആയിട്ട് വരുമ്പോൾ ലഗേജും ബാക്കിൽ ഇരുന്നോളും അല്ലേ? ലഗേജ് ബാക്കിൽ എല്ലാം കംഫർട്ടബിൾ ഇരുന്നോളും. പിന്നെ ബാക്ക് ഡോറും റിമോട്ട് സിസ്റ്റം. റിമോട്ടിൽ നമ്മൾ ചാവി കീ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ തുറക്കുകയും ക്ലോസ് ചെയ്യുകയും എല്ലാം തന്നെ എല്ലാം റിമോട്ട് തന്നെ ഓപ്ഷനുണ്ട്. മാനുവലി ഓപ്ഷനുണ്ട്, റിമോട്ടിലും ഓപ്ഷനുണ്ട്. അതൊക്കെ നല്ല കംഫർട്ടബിൾ ഫീച്ചറാണ്. പിന്നീട് അതുപോലെ നമ്മുടെ വണ്ടിയുടെ കാറിന്റെ ഫ്രണ്ട് ബോണറ്റ് ഓപ്പൺ ചെയ്യാനെ കൊണ്ട് ഒരു ഡാമ്പർ സിസ്റ്റം വരുന്നില്ല. അതുകൊണ്ട് നമുക്ക് ഇച്ചിരി ഫോഴ്സ് കൊടുത്ത് നമ്മൾ പൊക്കി ഒരു കുറച്ച് ഹെവിയാണ് വലിയൊരു വണ്ടി, അതിന്റെ ആ ഒരു ഫീച്ചറോട് കൊടുത്തു കഴിഞ്ഞാൽ നല്ലതായിരുന്നു. ഓക്കെ. അപ്പോൾ നമുക്കൊരു ഡ്രൈവ് പോയാലോ ചെറുതായിട്ട്? നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് ഒരു എക്സ്പീരിയൻസ് ഓടിച്ചുകൊണ്ട് സംസാരിക്കാം അല്ലേ? ഓക്കെ. ഇപ്പം ഇതിൻ്റെ ഇൻറ്റീരിയറിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ എങ്ങനെയാണ്? ഇപ്പം ഫീച്ചേഴ്സ് പരമായിട്ടും അതുപോലത്തെ കാര്യങ്ങളൊക്കെ നോക്കുമ്പം ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം നമ്മുടെ ഇന്നോവ ക്രിസ്റ്റയിലൊക്കെ കാണുന്ന പോലത്തെ ടൊയോട്ടയുടെ ഇൻഫർടൈൻമെന്റ് ആണോ വന്നിരിക്കുന്നത്? അതിന് എങ്ങനെയാണ്? ലാഗോ അങ്ങനെ കാര്യങ്ങളൊന്നും കാണത്തില്ലല്ലോ? ഇല്ല, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഡാഷ്ബോർഡ് ടോട്ടലി ലെതർ കംഫർട്ടബിൾ ആണ്. സോഫ്റ്റ് ടച്ച് ലെതർ ആണ്. നല്ല ഫിനിഷിംഗ് ആയാലും നല്ല കോമ്പിനേഷൻ ഉണ്ട്. ഡ്യുവൽ AC ഉണ്ട്. ഓക്കെ. പിന്നെ നമ്മുടെ ടൊയോട്ടോ സൺറൂഫ് കൊടുക്കത്തില്ലല്ലോ അല്ലേ? സൺറൂഫ് ഫീച്ചർ ഇല്ല. AC-യുടെ വെന്റ് എല്ലാം അതുവഴി പോകുന്നുണ്ട്, സൺറൂഫിന്റെ ചെയ്യുന്നില്ല. ഇനിയിപ്പോ പുതിയതായിട്ട് വരുന്നതിനൊക്കെ അതറിയാൻ പറ്റില്ല. അതെ. പിന്നെ എങ്ങനെയാണ് ബാക്കി കാര്യങ്ങളൊക്കെ? ഇപ്പം പവർ മോഡ്സ് ഏതൊക്കെയാണ്? പവർ മോഡ് ഇവിടെ ആയിട്ട് ഇതിന്റെ പവർ മോഡ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ. അത് നമ്മളിപ്പം ഹൈവേയിലൊക്കെ പോകുമ്പോഴും ഓവർടേക്ക് ചെയ്യേണ്ട ആവശ്യം വരുമ്പോഴും ഒരു നോർമൽ പവർ മോഡിൽ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സ്പീഡ് നല്ല പെർഫോമൻസ് കിട്ടും. ബ്രേക്കും അതുപോലെ തന്നെ പവർ മോഡില് ബ്രേക്കിനും അതേ സെയിം ഫീച്ചർ കൊടുത്തിട്ടുണ്ട്, നല്ല പവർ ബ്രേക്ക് ആയിട്ട്. സ്പീഡും ബ്രേക്കും അത് സെയിം കോമ്പിനേഷനിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. പവർ മോഡിൽ പവർ മാത്രമല്ല അതിന്റെ ബ്രേക്കിനും അതിന്റെ ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ചവിട്ടി കഴിഞ്ഞാൽ വണ്ടി അവിടെ നിൽക്കും. അത് ശരി. പവർ മോഡ് ഇട്ട നല്ല ചേഞ്ച് ആണ് അല്ലേ? ഒത്തിരി വ്യത്യാസമുണ്ട്. നോർമൽ എക്കണോമി മോഡും പവർ മോഡും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. നല്ല വ്യത്യാസമുണ്ട്. ഓക്കെ. അപ്പം 2.8 ലിറ്ററിന്റെ
ഫുൾ ത്രോട്ടിൽ അതിലായിരിക്കും കിട്ടുന്നത് ഫുൾ പവർ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാം. ഓക്കെ ഓക്കെ. പിന്നീട് IMT ട്രാൻസ്മിഷനും വരുന്നുണ്ട്, അതും വേണം നമുക്ക് യൂസ് ചെയ്യാം അല്ലേ? IMT മോഡൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. എന്നാൽ അതിന്റെ ആവശ്യം കൂടുതലായിട്ട് നമുക്ക് വരാത്തതുകൊണ്ട് അതങ്ങനെ വലിയായിട്ട് നമ്മൾ എടുക്കുന്നില്ല, ഉപയോഗിച്ചുള്ള ശീലം ആയിട്ടില്ല. ഇപ്പം ക്ലച്ച് ഇല്ലാതെ നമുക്ക് ക്ലച്ച് ചവിട്ടാതെ തന്നെ ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ ഓക്കെ. ബട്ട് നമ്മുടെ ഹാബിറ്റ് അനുസരിച്ച് നമ്മൾ ഉപയോഗിക്കാതെ നോർമൽ ഡ്രൈവിൽ കൂടുതലായിട്ടും റൺ ചെയ്യും. ഓക്കെ ഫൈൻ ഫൈൻ. പിന്നീട് എങ്ങനെയാണ് സ്റ്റിയറിംഗിൽ കൺട്രോൾസ് എല്ലാം വരുന്നുണ്ടല്ലോ? സ്റ്റിയറിംഗിൽ വോയിസ് നമ്മുടെ ഇപ്പം മൊബൈലുമായിട്ട് കണക്റ്റഡ് ഉണ്ട്. നമുക്ക് മൊബൈൽ ടോട്ടൽ ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഫീച്ചർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അറ്റൻഡ് ചെയ്യാനും ഡിസ്കണക്ട് ചെയ്യാനും എല്ലാം വന്നിട്ടുണ്ട്. ഹോൾഡ് ചെയ്യാനും മൊബൈൽ എല്ലാ ഇതിന്റെ എല്ലാ ഫീച്ചറും ഇതിനകത്ത് മൊബൈലിന്റെ ആപ്ലിക്കേഷനും എല്ലാം ഇതിനകത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഡയൽ ചെയ്യാനും എല്ലാത്തിനും നല്ല ഫീച്ചർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഡാഷ് ക്യാമറ വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഡാഷ് ക്യാമറ വെച്ചിട്ടുണ്ട്. നമ്മളത് ഫ്രണ്ട് വ്യൂ റെക്കോർഡ് ചെയ്യാനൊക്കെ ഉണ്ട്. ഫുൾ ടൈം റെക്കോർഡിംഗ് അത് റെക്കോർഡിംഗ് ആണ്. ഓക്കെ ഫൈൻ ഫൈൻ. നമുക്കൊരു സേഫ്റ്റി, അതൊരു സേഫ്റ്റി ഫീച്ചർ അനുസരിച്ച് നമ്മൾ അത് കൊടുത്തേക്കുന്നത്. അത് എത്ര രൂപ ഏകദേശം ഡാഷ് ക്യാം ഒക്കെ ചെയ്തത്? ഞാൻ ഇത് വാങ്ങിച്ചപ്പോൾ എനിക്കൊരു 6000. ഓക്കെ, ആ റേഞ്ചിന് കിട്ടും. റിസേലൊക്കെ എങ്ങനെയാ അവിടെ? നമ്മുടെ വെഹിക്കിൾ അക്സസറീസിനൊക്കെ എങ്ങനെയാ പ്രൈസ് ഒക്കെ? നോർമൽ ഇതാണോ അതോ? നോർമൽ അത് തന്നെ. നമുക്ക് അവിടെ ബാർഗനിങ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പം നമ്മൾ ആമസോൺ നോക്കിയോ എന്തെങ്കിലും ഓൺലൈൻ ആപ്ലിക്കേഷൻ നോക്കി നമുക്ക് അതിനനുസരിച്ച് ബാർഗനിങ് ചെയ്യാൻ പറ്റും. ഡിസ്കൗണ്ട്, നല്ല ഡിസ്കൗണ്ട് തരുകയും ചെയ്യും. ഓക്കെ ഓക്കെ. ഇത് നമ്മള് എക്കോ മോഡിലിട്ടല്ലേ ഓടിക്കുന്നത്? അതെ അതെ. സ്പോർട്സ് മോഡിലിട്ട് ഓടിക്കാനുള്ള റോഡൊന്നും തൽക്കാലം നമ്മുടെ ഇല്ല. ഇവിടെ ആവശ്യത്തിന് ഒരു എക്കണോമി മോഡിൽ ഓടിക്കുന്നത് പറ്റുന്നുള്ളൂ. എക്കണോമി മോഡിൽ തന്നെ ഇത്രയും പവറാണ്. അപ്പൊ സ്പോർട്സ് മോഡിന്റെ നല്ല വ്യത്യാസം ഉണ്ടെന്ന് പറയുന്ന സ്ഥിതിക്ക് എത്ര ആണെന്ന് എനിക്ക് ഊഹിക്കാമല്ലോ. 6 സ്പീഡ് ഗിയർ ബോക്സ് അല്ലേ? 6 സ്പീഡാണ് വരുന്നത്. പിന്നീട് ഇതിനൊന്നും ഫ്ലാറ്റ് ബോട്ട് അങ്ങനെ വന്നിട്ടില്ലെന്ന് തോന്നുന്നു സ്റ്റിയറിംഗിന്. ഇപ്പൊ വരുന്ന വണ്ടികൾക്കാണ് കൂടുതലും. പിന്നീട് ഇൻഫോർടൈൻമെന്റ് യൂസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് മാപ്പിന്റെ ഒക്കെ കാര്യങ്ങൾ? നാവിഗേഷൻ നമ്മൾ നോക്കുമ്പോൾ ഇതിന് വണ്ടിയുടെ നാവിഗേഷൻ ഇത്ര കമ്പാക്റ്റബിൾ അല്ല. ഗൂഗിൾ മാപ്പ് ഉപയോഗിക്കുന്നതായിരിക്കും നമുക്ക് കംഫർട്ടായിട്ട് തോന്നുന്നതും. അത് എക്സാക്ട് നല്ല റോഡും കിട്ടുന്നത് ഗൂഗിൾ മാപ്പിലാണ് കിട്ടുന്നത്. ഇതിനകത്ത് എക്സാക്ട് ആയിട്ട് മാപ്പ് ചിലപ്പോൾ റോങ് കണക്ക് സെലക്ട് ആവുന്നുണ്ട്. നമുക്കൊരു കമ്പാറ്റബിൾ അല്ല ഇതിന്റെ നാവിഗേഷൻ മാപ്പിംഗ്. അതുകൊണ്ട് നമ്മൾ കൂടുതൽ ട്രാവലിംഗ് ചെയ്യുന്ന സമയത്ത് മൊബൈൽ ഗൂഗിൾ ആപ്ലിക്കേഷൻ ചെയ്ത് നമ്മൾ ചെയ്യുന്നത്. നാവിഗേഷൻ മാത്രം അത്ര ഇതായിട്ട് തോന്നിയിട്ടില്ല. നാവിഗേഷൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ഫോർച്യൂണർ ഓടിച്ചു, ഇത് പറയേണ്ട കാര്യമില്ലെന്ന് അറിയാം, എങ്കിലും ഫോർച്യൂണറിന്റെ ആ ഒരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് നമ്മുടെ ചാനലിൽ കിട്ടിയിരിക്കുകയാണ്. നമുക്കപ്പോ ഇതിന്റെ പവർ മോഡ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ, എന്ത് മാത്രമാണ് പവറില്. നല്ല നമ്മൾ ചെറുതായിട്ട് ത്രോട്ടിൽ കൊടുക്കുമ്പോൾ തന്നെ ക്ലച്ച് ആക്സിലേറ്റർ ചവിട്ടി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അതിന്റെ പെർഫോമൻസ് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. നല്ല ഫീലാണ്, ചേഞ്ച് ആണ്. ആ ഒരു സൗണ്ടിനും ഒരു സ്പോർട്സ് മോഡ് സൗണ്ടും വരും. അത് നമുക്കറിയുന്നില്ലല്ലോ എത്ര സ്പീഡാന്ന്. 90 ആയിരുന്നു കേട്ടോ. ഞാൻ 60-70 ആന്നുള്ള വിചാരത്തിലാണ് പോയത്. അതൊക്കെയാണ് നമുക്ക് ഫോർച്യൂണറിനെ പറ്റി ചോദിക്കാനുണ്ടായിരുന്ന ചോദ്യങ്ങൾ. ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഇതിനെപ്പറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നമുക്കറിയാവുന്നതാണെങ്കിൽ നമ്മൾ പറയുന്നതായിരിക്കും. അപ്പം ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഫോർച്യൂണറിൻ്റെ ഒരു ലോങ് ഡ്രൈവ് അല്ലെങ്കിൽ ലോങ് റൺ എക്സ്പീരിയൻസ് ആണ് നമ്മളിന്ന് ഷെയർ ചെയ്തത്. നിങ്ങൾക്ക് ഇതുപോലെ വേറെ വാഹനങ്ങളുടെ എക്സ്പീരിയൻസ് അറിയണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. നമ്മൾ മാക്സിമം ജെനുവിൻ യൂസേഴ്സിനെ തന്നെ കണ്ടുപിടിച്ച് നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ നേരത്തെയുള്ള വീഡിയോസ് എല്ലാവരും ചെക്ക് ചെയ്യുക. നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.